പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാ ഹാർവസ്റ്റ് ടി വി പ്രേക്ഷകർക്കും വീണ്ടും ഗ്ലോറി ഫെസ്റ്റ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതത്തെ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു വെൽവിഷറാണ്. ആ വെൽവിഷറിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തിരുവചനത്തിലേക്ക് കടക്കാം. പരിശുദ്ധാത്മാവേ, ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ആ പ്രിയ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരുടെ മേൽ സർവ്വ അനുഗ്രഹങ്ങളെയും റിലീസ് ചെയ്യുന്നു. ഈ വചനത്തെ ലോകരാജ്യങ്ങളിൽ എത്തിക്കുവാൻ ഭാഗവാക്കായ പ്രിയപ്പെട്ട കുടുംബത്തെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. അവരുടെ തലമുറകളെ ബ്ലസ് ചെയ്യുന്നു. അവരുടെ മേൽ സർവ്വ അനുഗ്രഹങ്ങളും റിലീസാകട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രോഗ്രാമുകൾ ഹാർവസ്റ്റ് ടി വിയിൽ എല്ലാ ട്യൂസ്ഡേയും സാറ്റർഡേയും ഉച്ചതിരിഞ്ഞ് 2:30 മണിക്ക് നടക്കുന്നു. അത് കാണുവാനും മറ്റുള്ളവരോട് പറയുവാനും നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ. അതോടൊപ്പം തന്നെ നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, അപ്പോസ്റ്റൽ ജാക്സൺ ജെയിംസ് എന്നാണ് ചാനലിൻ്റെ പേര്. നിങ്ങൾക്കത് സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ എപ്പിസോഡുകളൊക്കെ എപ്പോഴും നിങ്ങൾക്ക് അതിൽ കാണാം. ഒപ്പം തന്നെ നമുക്ക് സൂം മീറ്റിങ്ങുകൾ അവൈലബിൾ ആണ്. സൂം മീറ്റിങ്ങുകളുണ്ട്. അതിൽ പങ്കെടുക്കുവാനും നിങ്ങൾക്ക് മറ്റ് കൂടുതൽ വിവരങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ഒക്കെ ആയിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ അവസരങ്ങളുണ്ട്. ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇതേ നമ്പറിൽ തന്നെ ഞങ്ങളെ വിളിക്കുക. ഹല്ലേലൂയ. നമ്മൾ നേരെ തിരുവചനത്തിലോട്ട് കടക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. ആത്മാവിലുള്ള ജീവിതം, ആമേൻ, അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ആത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ച് ചില എപ്പിസോഡുകൾ സംസാരിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. വളരെ ശ്രദ്ധയോടെ നിങ്ങൾ ഈ ക്ലാസ്സുകളെ എടുക്കണം. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾക്കറിയാം, ഒരു മനുഷ്യന് 3 ഭാഗങ്ങളുണ്ട്: ശരീരം, മനസ്സ്, അതോടൊപ്പം തന്നെ ആത്മാവ്. ഏദൻ തോട്ടത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കണം നിങ്ങൾ. എങ്കിൽ മാത്രമേ മനുഷ്യൻ ആരാണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഏദൻ തോട്ടത്തിൽ ദൈവം ആദാമിനെ സൃഷ്ടിച്ചപ്പോൾ ആദാമിന് 3 ഭാഗങ്ങൾ ഉണ്ടായിരുന്നു. അവന് ശരീരമുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ മനസ്സുണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ആത്മാവ് ഉണ്ടായിരുന്നു. ഈ 3 ഭാഗങ്ങളോടുകൂടിയാണ് ആദാം സൃഷ്ടിക്കപ്പെട്ടത്. അവൻ്റെ ആത്മാവിൽ ദൈവത്തിൻ്റെ ജീവനെ ദൈവം ഊതിയിരുന്നു. പിന്നെ അവനൊരു മനസ്സുണ്ട്, പിന്നെ അവനൊരു ശരീരമുണ്ട്. അപ്പം 3 ഭാഗങ്ങളാണ്: ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. നിങ്ങൾക്കത് എൻ്റെ കൂടെ ഒന്ന് ചേർന്ന് പറയാം: ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. നിങ്ങൾക്കും ഈ 3 ഭാഗങ്ങളുണ്ട്. ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ ഈ ലോക മനുഷ്യരെല്ലാം കോൺഷ്യസ് ആയിട്ടിരിക്കുന്നത്, അവെയർ ആയിട്ടിരിക്കുന്നത് പ്രധാനപ്പെട്ടും 2 ഭാഗങ്ങളെക്കുറിച്ചാണ്. അത് ശരീരവും മനസ്സും, ബോഡിയും സോളിനെ കുറിച്ച് മാത്രമാണ്. അവർ മൈൻഡിനെ കുറിച്ച് വേണ്ടി മാത്രമാണ് അവർ കൺസേൺഡ് ആയിരിക്കുന്നത്. അവർക്ക് അതിനെക്കുറിച്ചാണ് അറിവുള്ളത്. ഹല്ലേലൂയ. നിങ്ങളുടെ വീട്ടിൻ്റെ താഴെ ഒരു നിധിയുണ്ട്. നിങ്ങൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നിധി അവിടെ ഇല്ലാതാകുന്നില്ല. നിങ്ങളുടെ വീട്ടിലേതോ ഒരു ഭാഗത്ത് ആരും കാണാത്ത 1,00,000 രൂപയുണ്ട്. പക്ഷെ നിങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഇല്ലാതാകുന്നില്ല. ഇതുപോലെ കാണാതെ കിടക്കുന്ന മനുഷ്യനിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് സ്പിരിറ്റ് റലം. ആമേൻ, ഹല്ലേലൂയ. ഈ സ്പിരിറ്റിൻ്റെ അകത്താണ് ദൈവം തൻ്റെ ജീവനെ ഊതിയിരുന്നത്. ആമേൻ, ഹല്ലേലൂയ. എന്നിട്ട് മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിച്ചത് ഇതാണ്: മനുഷ്യൻ ആ ജീവനാൽ ജീവിക്കണം. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് നമ്മൾ ലോകത്തെ എടുക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതാണ്: അവർ 2 ഭാഗങ്ങൾ ഉപയോഗിച്ച് മാത്രമാണ് ജീവിക്കുന്നത്. അതേതൊക്കെയാണ്? ശരീരവും മനസ്സും. അവർ എന്തിനു വേണ്ടിയാണ് ജീവിക്കുന്നത്? ശരീരവും മനസ്സും. ഇതിനു വേണ്ടിയാണ് അവർ ജീവിക്കുന്നത്. നമ്മൾ ഒരു പദം കേട്ടിട്ടുണ്ടാകും: നീ ജീവിക്കാൻ വേണ്ടിയാണോ തിന്നുന്നത്, തിന്നാൻ വേണ്ടിയാണോ ജീവിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്ന പോലെ. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ഘടന കംപ്ലീറ്റ് തിരിഞ്ഞുപോയി. നിങ്ങളൊരു കാര്യം ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം: നമ്മുടെ ശരീരത്തെ ദൈവം ആത്മാവിന് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. ആത്മാവിനെ ശരീരത്തിന് വേണ്ടിയല്ല, ശരീരത്തെ മനസ്സിനെയും ദൈവം ആത്മാവിന് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. ഒരു മനുഷ്യനിൽ റൂളറായിട്ട് നിൽക്കുന്നത് ആത്മമനുഷ്യനാണെങ്കിൽ മാത്രമേ, ആത്മമണ്ഡലമാണെങ്കിൽ മാത്രമേ നമുക്ക് അവനെ ദൈവം മനുഷ്യൻ എന്ന് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ആത്മാവായിരിക്കണം നമ്മുടെ റൂളർ. ഹല്ലേലൂയ. പക്ഷേ ഏദൻ തോട്ടത്തിൽ എന്തോ ഒരു കാര്യം സംഭവിച്ചു. എന്താണ് ആ കാര്യം എന്ന് നിങ്ങൾക്ക് അറിയാമോ?
കർത്താവ് അവനോട് പറഞ്ഞു, ദൈവം ആദാമിനോട് പറഞ്ഞു, ഈ പഴം തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് ആദാമിനോട് ദൈവം പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടല്ലോ. ഉൽപ്പത്തി പുസ്തകം 2:16 നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഈ പഴം തിന്നുന്ന നാളിൽ നീ മരിക്കും എന്ന് ആദാമിനോട് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. പക്ഷേ എൻ്റെ ചോദ്യം, ആദാം ആ സെക്കൻഡിൽ മരിച്ചോ? എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം അതാണ്. ആദാം ആ സെക്കൻഡിൽ മരിച്ചെന്നാണോ അവിടെ എഴുതിയിരിക്കുന്നത്? ആമേൻ. ഉത്തരം ഇല്ല. അപ്പോൾ ദൈവം പറഞ്ഞത് ഒരു കള്ളത്തരമാണോ? ഷാറാല ഫേനിയാറ്റോസിയ. നിങ്ങളിത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കണം. ദൈവം ആദാമിനോട് പറഞ്ഞു, ഇത് തിന്നുന്ന നാളിൽ നീ മരിക്കും. പക്ഷെങ്കിൽ പിന്നെയും ആദാം 930 വയസ്സ് വരെ പിന്നെയും ജീവിച്ചു എന്ന് നമുക്ക് കാണാം. 3-ാം അധ്യായത്തിൽ പഴം പറിച്ച് കഴിച്ചിട്ടും 4-ാം അധ്യായത്തിൽ പിന്നെയും ആദാമിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. 930 വയസ്സ് വരെ അവൻ പിന്നെ ജീവിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ദൈവം മരിക്കുമെന്ന് പറഞ്ഞത് ഏതു മരണത്തെക്കുറിച്ചാണ്? അതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. അതാണ് ആത്മമരണം. ഹല്ലേലൂയ. ഏതാണ് ആ മരണം? ആത്മമരണം. ഹല്ലേലൂയ. ദൈവം മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ദൈവം ആദ്യം ഉദ്ദേശിച്ചത് നിന്റെ ആത്മാവിലൊരു മരണം ചലിക്കും. ആ മരണത്തിന് ശേഷം നിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ, ആ മരണം മൂലമാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ ജീർണിച്ചു തുടങ്ങുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഒരു ആദാമിൻ്റെ ശരീരവും മരിക്കുവാനല്ല ദൈവം ഉദ്ദേശിച്ചത്. പക്ഷെങ്കിൽ അവൻ്റെ ആത്മമരണം സംഭവിച്ചതോടുകൂടെ അവൻ്റെ മനസ്സിലേക്ക് ആ മരണം പ്രവേശിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. മനസ്സിൽ നിന്ന് പതുക്കെ 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 ആ മരണം ശരീരമണ്ഡലങ്ങളിലേക്കും പ്രവേശിക്കുവാനായിട്ട് തുടങ്ങി. ഇങ്ങനെയാണ് ആദാമിൻ്റെ മരണം പൂർത്തിയായത്. പക്ഷേ ഈ മരണത്തിൻ്റെ ആരംഭം നടന്നത് ശരീരത്തിലോ മനസ്സിലോ അല്ല. മരണം ആരംഭിച്ചത് ആദാമിൻ്റെ ആത്മാമനുഷ്യനിലാണ്. എന്ന് പറഞ്ഞാൽ ആത്മമനുഷ്യനിൽ ഉണ്ടായിരുന്ന ജീവൻ, ഏത് ജീവൻ? ദൈവത്തിൻ്റെ ജീവനാകുന്ന സോയേ ജീവൻ. അങ്ങനെയാണ് ഗ്രീക്ക് ബൈബിൾ അതിനെ രേഖപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ ജീവൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു ഹൗസ് ആണ് നമ്മുടെ ആത്മമനുഷ്യൻ. നമ്മുടെ ആത്മമനുഷ്യൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജീവൻ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന നിധി പോലത്തെ ഒരു സ്ഥലമാണ് നമ്മുടെ ആത്മമനുഷ്യൻ. ആ ആത്മമനുഷ്യനിൽ നിന്ന് ദൈവത്തിൻ്റെ ജീവൻ മാറി നിന്ന അവസ്ഥയാണ് ആത്മമരണം. ആ ആത്മമരണത്തിലൂടെ മരണത്തിന് ശേഷം തൻ്റെ മനസ്സ് ജീർണിക്കാനായിട്ട് തുടങ്ങി, തൻ്റെ ശരീരവും ജീർണിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് ശരീരത്തിൻ്റെ ഫൈനൽ ശവപ്പെട്ടിയിലാകുന്ന മരണത്തിലേക്ക് ഒരു വ്യക്തി കയറുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഒരുവൻ മഹത്വത്തിൻ്റെ മണ്ഡലത്തിൽ പുതിയ നിയമ യാഥാർത്ഥ്യത്തിലേക്ക് അവൻ തിരിച്ചു വരുമ്പോൾ ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ആദ്യം എന്താണ്? പുതിയ നിയമത്തിൻ്റെ വാഗ്ദത്തം, നിങ്ങൾ വീണ്ടും ജനിക്കും. അത് നടക്കുന്നത് ആത്മാവിലാണ്. അതിനുശേഷം ആ ജനനത്തെ നിങ്ങളുടെ മനസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, ശരീരത്തിലേക്ക് പോലും ട്രാൻസ്ഫർ ചെയ്യാം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അതാണ് നിങ്ങൾ ഇന്ന് വിശ്വസിക്കേണ്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം കർത്താവ് വന്ന എന്തിനാണ് യേശുക്രിസ്തു തിരിച്ചു വന്നത്? നിങ്ങളുടെ ആത്മമനുഷ്യനിൽ സംഭവിച്ച ആ മരണത്തെ ക്യാൻസൽ ചെയ്തിട്ട് ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ ജീവനാകുന്ന സോയേ ജീവൻ. എല്ലാവരും പറഞ്ഞേ സോയേ ജീവൻ. ഉറക്കെ ഒന്ന് പറഞ്ഞാട്ടെ, സോയേ ജീവൻ. ഒന്ന് ഉറക്കെ പറഞ്ഞാട്ടെ, സോയേ ജീവൻ. ഓക്കെ, സോയേ ലൈഫ് നിങ്ങളുടെ ആത്മാവിലേക്ക് തിരിച്ചൂതുവാനാണ് യേശു വന്നത്. അതിന് വിളിച്ച പേരാണ് വീണ്ടും ജനനം. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞാട്ടെ, വീണ്ടും ജനനം. ഈ വീണ്ടും ജനനം ഇല്ലാത്ത ആരും ദൈവരാജ്യം കാണത്തില്ലെന്നാണ് ആമേൻ ബൈബിൾ പറയുന്നത്. യോഹന്നാൻ 3:3 പറയുന്നു, നല്ല മനുഷ്യൻ ദൈവരാജ്യം കാണുമെന്നല്ല, വീണ്ടും ജനിക്കാത്ത ആരും ഇത് കാണത്തില്ല. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് ആ വ്യക്തി നല്ലതാണ്, ആ വ്യക്തി നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്, ആ വ്യക്തി നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതൊരു മറ്റു മതസ്ഥനായിരിക്കും, യേശുവിനെ അറിയാത്ത വ്യക്തിയായിരിക്കാം. പക്ഷേ നിങ്ങൾ അറിയേണ്ട കാര്യം, നല്ലത് ചെയ്തത് കൊണ്ട് ദൈവരാജ്യം കാണത്തില്ല. കാരണം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ആത്മമനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും നമ്മുടെ സ്വയശ്രമം കൊണ്ട്, സ്വയനീതിയിൽ ചില നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അതിനെ അല്ല ദൈവം ദൈവികമാകുന്ന ക്രിസ്തീയമാകുന്ന ജീവിതം
എന്നുദ്ദേശിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നല്ല കാര്യങ്ങൾ ചെയ്തതുകൊണ്ട്, അതേത് ജീവൻ കൊണ്ടാണ് ചെയ്യുന്നത്? നമ്മുടെ സ്വന്തം ജീവൻ, സൂക്കയും ബയോസും. ഈ രണ്ട് ജീവനുകൾ ഉപയോഗിച്ച് കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെങ്കിൽ ബൈബിൾ വ്യക്തമായിട്ട് പറയുന്നു, വീണ്ടും ജനിച്ചില്ലെങ്കിൽ നമ്മൾ ദൈവരാജ്യം കാണത്തില്ല. ഹല്ലേലൂയ. ഇതിന്ന് വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിലേക്കുള്ള നമ്മുടെ എൻട്രിയുടെ ക്രൈറ്റീരിയ നമ്മൾ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്നുള്ളതല്ല. എല്ലാ മതത്തിലുള്ളവർക്കും നല്ല കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യാം, കുറച്ച് പേരെ സഹായിക്കാം, ഒരു ഓർഫനേജ് കെട്ടാം, അതൊക്കെ പലരും ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നമ്മളെക്കാൾ അധികം അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് എന്ത് ചെയ്യത്തില്ല? സാധ്യമല്ല. ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ വീണ്ടും ജനനം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജീവൻ ഒരു മനുഷ്യൻ്റെ അകത്ത് പ്രവേശിക്കണം. എല്ലാവരും പറഞ്ഞേ, ദൈവത്തിൻ്റെ ജീവൻ ഒരു മനുഷ്യനിൽ പ്രവേശിച്ചെങ്കിൽ മാത്രമേ അവന് ദൈവത്തിൽ ജീവിക്കാൻ പറ്റൂ, ദൈവരാജ്യത്തിൽ ജീവിക്കാനായിട്ട് പറ്റുകയുള്ളൂ. വേറെ ഒരു ഓപ്ഷനും ബൈബിൾ പറയുന്നില്ല. 1 പത്രോസ് 1:23 പറയുന്നു, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവത്തിൻ്റെ വചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അപ്പം കെടാത്ത ബീജം നിങ്ങളുടെ അകത്ത് തിരിച്ചു വരണം. ആമേൻ. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മൾ വീണ്ടും ജനിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് വീണ്ടും ജനിച്ചവർ എത്ര പേരെന്നെ കേൾക്കുന്നുണ്ട്? അവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അപ്പം നിങ്ങളുടെ ആത്മമനുഷ്യനിലേക്ക് ദൈവത്തിൻ്റെ ജീവൻ തിരിച്ചു വന്നു. നിങ്ങളുടെ ആത്മമനുഷ്യനിലേക്ക് ദൈവത്തിൻ്റെ ജീവൻ തിരിച്ചു വന്നു എന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തെ എന്ന് ശക്തമായിട്ട് സ്തുതിച്ചാട്ടെ. ആത്മമനുഷ്യനിലേക്ക് ദൈവത്തിൻ്റെ ജീവൻ തിരിച്ചു വന്നാൽ നമ്മൾ പിന്നെ ദൈവത്തെ പോലെ ജീവിക്കാനാണ് വിളിക്കപ്പെട്ടത്. ഹല്ലേലൂയ. നമ്മളൊരു കേവലം കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യാനല്ല, മറിച്ച് ദൈവത്തെ പോലെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഉറക്കെ പറഞ്ഞാട്ടെ, എന്നെ ദൈവം വിളിച്ചത് നല്ല കാര്യം മാത്രം ചെയ്യാനല്ല, ദൈവത്തെ പോലെ കാര്യങ്ങൾ ചെയ്യാനാണ്. അപ്പം ദൈവം നിങ്ങളെ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും വീണ്ടും ജനിപ്പിച്ചത് എന്തിനാണ്? ദൈവത്തെ പോലെ കാര്യങ്ങൾ ചെയ്യാനാണ്. ഇനി മേലാൽ നിങ്ങൾ മനുഷ്യനല്ല, നിങ്ങൾ കേവലം ജഡമല്ല, നിങ്ങളൊരു ആത്മമനുഷ്യനാണ്. ആത്മമനുഷ്യൻ എങ്ങനെയാ കാര്യങ്ങൾ ചെയ്യുന്നത്? ദൈവത്തെ പോലെ കാര്യങ്ങൾ ചെയ്യും. ദൈവത്തെ പോലെ, എല്ലാവരും പറഞ്ഞേ, ദൈവത്തെ പോലെ കാര്യങ്ങൾ ചെയ്യും. ദൈവത്തെ പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റണമെങ്കിൽ അത് ഒരു നല്ല മനുഷ്യനും പറ്റില്ല, ഒരു നല്ലത് ശ്രമിച്ചാലും പറ്റില്ല, സ്വന്തം നീതി കൊണ്ട് അത് പറ്റില്ല. ആമേൻ. കുറച്ച് രോഗികളെ സഹായിച്ചതുകൊണ്ടോ പാവപ്പെട്ടവരെ സഹായിച്ചതുകൊണ്ടോ അത് പറ്റില്ല. ദൈവത്തെ പോലെ ജീവിക്കാൻ പറ്റണമെങ്കിൽ ദൈവത്തിൻ്റെ ജീവൻ അകത്ത് കയറണം. ഹല്ലേലൂയ. ദൈവത്തെ പോലെ പെരുമാറണമെങ്കിൽ ആമേൻ, ദൈവത്തിൻ്റെ ജീവൻ നമ്മുടെ അകത്ത് കയറണം. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ദൈവാനുരൂപമാകുന്ന ജീവൻ എൻ്റെ അകത്ത് പ്രവേശിച്ചിരിക്കുന്നു. ഞാൻ ദൈവത്തെ പോലെ ജീവിക്കാൻ പോകുന്നു. ഞാൻ നല്ല ജീവിതം ജീവിക്കാൻ വിളിക്കപ്പെട്ടവനല്ല, ഞാൻ ദൈവത്തെ പോലെ ജീവിക്കാൻ വിളിക്കപ്പെട്ടതാണ്. അതാണ് ആത്മാവിലുള്ള ജീവിതം. എല്ലാവരും പറഞ്ഞു, അതാണ് ആത്മാവിലുള്ള ജീവിതം. ആത്മാവിലുള്ള ജീവിതം എന്ത് ജീവിതമാണ്? മനുഷ്യനെ പോലെയുള്ള ജീവിതമല്ല. ഇച്ചിരൂടെ ഞാൻ കയറി പറയട്ടെ, ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ? ഇച്ചിരൂടെ ഞാൻ കയറി പറയുകയാണ്. ഞാൻ നിങ്ങളെ ഒന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവം സൃഷ്ടിച്ചത് മനുഷ്യനെ അല്ല, അതാദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം ഒരിക്കലും മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല. ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ആത്മമനുഷ്യനെയാണ്. ദൈവം ആരെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്? ദൈവം സൃഷ്ടിച്ചത് ആത്മമനുഷ്യനെയാണ്. ദൈവം ഒരിക്കലും ഇന്ന് നിങ്ങൾ ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ സൃഷ്ടിച്ചിട്ടില്ല. ദൈവം സൃഷ്ടിച്ചത് ആത്മമനുഷ്യനെയാണ്. എന്ന് പറഞ്ഞാൽ അവൻ്റെ അകത്ത് ആത്മാവാണ് രാജാവ്. പക്ഷെ ആത്മമരണം സംഭവിച്ചു ആദാമിൽ. അതിനുശേഷം രാജാവായിരിക്കേണ്ട ആത്മമനുഷ്യൻ ആരായെന്നറിയാമോ? അടിമയായി മരണത്തിലേക്ക് പോയി. അതിനുശേഷം ആര് രാജാവായെന്നറിയാമോ? ഈ ശരീരവും മനസ്സും രാജാക്കന്മാരായി തീർന്നു. ആ ജീവിതത്തിന് ദൈവം വിളിച്ച പേരാണ് മരണം. ഹല്ലേലൂയ. ഈ ശരീരം രാജാവായി. വാസ്തവത്തിൽ ഈ ശരീരം അടിമയും മനസ്സ് സെർവൻറ്റും, ആത്മമനുഷ്യൻ രാജാവും. എല്ലാവരും പറഞ്ഞു, ആത്മമനുഷ്യൻ രാജാവ്, മനസ്സ് സെർവൻറ്റ്,
അതോടൊപ്പം തന്നെ ശരീരം അടിമ. ഇങ്ങനെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, ആത്മാവ് കിങ്, ദ മാസ്റ്റർ, അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സ് സെർവൻറ്റ്, അതോടൊപ്പം തന്നെ നമ്മുടെ ബോഡി സ്ലേവ്. ഇങ്ങനെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരുന്നത്. ഈ പാറ്റേണിലോട്ട് നിങ്ങൾ തിരിച്ചു വരണം. ഹല്ലേലൂയ. എന്താണ് സംഭവിച്ചത്? ആത്മമരണം സംഭവിച്ചപ്പോൾ എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, രാജാവായിരിക്കേണ്ട ആത്മമനുഷ്യന് പകരം ഇപ്പോൾ രാജാവായിട്ടിരിക്കുന്ന ആരാണെന്നറിയാമോ? ശരീരം കയറി രാജാവായി. എന്നിട്ട് ശരീരവും മനസ്സിനെ എന്താക്കി? തൻ്റെ അടിമയാക്കി. ഇങ്ങനെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ ലോകത്തിൽ കാണുന്ന എല്ലാവരെയും നോക്കിക്കോളൂ, അവർ ജീവിക്കുന്നത് ശരീരത്തിന് വേണ്ടിയാണ്. അവർ ഈ ശരീരം, ഈ പുറത്തെ കണ്ണ്, മൂക്ക്, ചെവി, ഇന്ദ്രിയങ്ങൾ എന്തു പറയുന്നു അതിനു വേണ്ടിയാണ് അവർ ജീവിക്കുന്നത്. ഹല്ലേലൂയ. അതിനുവേണ്ടി ഇപ്പം പലരും ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നത് പോലും അവരുടെ ശരീരത്തിന് വേണ്ടിയാണ്, അവരുടെ ജഡത്തിന് വേണ്ടിയാണ്. എന്നാൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചത് അങ്ങനെയല്ല. ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ ആക്കിയത് ആത്മാവാണ് രാജാവ്. ആമേൻ, ഹല്ലേലൂയ. ശരീരം അടിമയാണ്. ഇങ്ങനെയാണ് സൃഷ്ടിച്ചത്. ആത്മാവ് പറയുന്നത് അതുപോലെ കേൾക്കുന്നൊരു ശരീരം. ഹല്ലേലൂയ. ഈ ഒരു അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ തിരിച്ചു കൊണ്ടുവരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ആ ജീവിതത്തിലോട്ട് നമ്മൾ തിരിച്ചു വരുന്നതിൻ്റെ പേരാണ് ആത്മാവിലുള്ള ജീവിതം. ഉറക്കെ പറഞ്ഞാട്ടെ, ആത്മാവിലുള്ള ജീവിതം. പറഞ്ഞ എൻ്റെ ആത്മാവാണ് രാജാവ്, എൻ്റെ ആത്മാവാണ് രാജാവ്. എൻ്റെ ആത്മാവാണ് രാജാവ്, എൻ്റെ ആത്മമനുഷ്യനാണ് രാജാവ്. എൻ്റെ ശരീരമല്ല രാജാവ്, എൻ്റെ ശരീരം ആത്മമനുഷ്യൻ്റെ ദാസനാണ്. പറഞ്ഞാട്ടെ, ദാസനാണ്. ഈ ഒരു ജീവിതത്തിലോട്ട് കയറണം. നിങ്ങൾ 24 മണിക്കൂറും ആത്മാവിൽ ജീവിക്കണം. അന്യഭാഷയിൽ എൻ്റെ കൂടെ ഒന്ന് സംസാരിച്ചാട്ടെ. നിങ്ങളുടെ ആത്മമനുഷ്യൻ ആക്റ്റീവ് ആകട്ടെ, നിങ്ങളുടെ ആത്മമനുഷ്യൻ ശക്തമാകട്ടെ, നിങ്ങളുടെ ആത്മമനുഷ്യൻ ആക്റ്റീവ് ആകട്ടെ. റോബോ ഷെലേബേറിയ റേബേലേക്ക് റെബെക്കോല സെഫേറിയ ലരെമെനിയ സോബു റഖേനി ഫിലിയാറ്റസിയ ആർദമനഹസിയ റേ ലേ ടെ റെബോകോഷിയ ലേ റെബോഹോഷി റേസെബേകേറ്റസിയ ലാസമാറാകാദിയ റാസെമേനിയാറ്റ ലാംബ്രേകെഫേനിയാറ്റോ സീബ്രഹസിയാറ്റസിയ റെബെലെ നോട്ടോസിബിറ ഹബ്തെ റാകോമ ലെവി മോഹോഷി റാകുഫാമി കോലിഫെറെദേരിയ റാസെനെദെ റേഗാലിബ റീബാനാസ റേസെലെ തേരെയ കേദിയ കാശ കാറ്റ കാറ വേറെ ബേലെ ദേരെ റേബ ഷിഖറാബ. ശബ്ദമൂർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിങ്ങളുടെ ആത്മമനുഷ്യൻ രാജാവായാൽ ആമേൻ, നിങ്ങളുടെ ശരീരം ആമേൻ സ്വസ്ഥതയിലേക്ക് വരും. ഹല്ലേലൂയ. നിങ്ങളെ പരിശുദ്ധാത്മാവ് വിളിച്ചിരിക്കുന്നത് നിങ്ങളുടെ ആത്മമനുഷ്യനിൽ ജീവിക്കാനാണ്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ ആത്മമനുഷ്യനിൽ ദൈവം ശക്തി പകർന്നിരിക്കുന്നു, നിങ്ങളുടെ ആത്മമനുഷ്യനിൽ ദൈവം ബലം പകർന്നിരിക്കുന്നു. ആ ബലത്തിൽ നിങ്ങൾ തുടരുകയാണ്. പൗലോസ് പറയുന്നു 2 കൊരിന്ത്യർ 5 ഞങ്ങൾ കാഴ്ചയാലല്ല, ഞങ്ങൾ വിശ്വാസത്താൽ ആത്മാവിൽ മുന്നോട്ട് പോകുന്നു. എങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്? നമ്മൾ കാഴ്ചയിൽ മുന്നോട്ട് പോകുന്നവർ അല്ല. നമ്മളെങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? നമ്മൾ ആത്മാവിൽ മുന്നോട്ട് ചലിക്കുന്നവരാണ്. നമ്മൾ ആത്മാവിൽ മുന്നോട്ട് ചലിക്കുന്നവരാണ്. ഹല്ലേലൂയ. ആദാമിനോട് പിശാച് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് കഴിക്കുന്ന നിമിഷം നിന്റെ കണ്ണ് തുറക്കും, നീ ദൈവത്തെ പോലെ ആകും. ആമേൻ, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 3-ാം അധ്യായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അതിൻ്റെ 7-ാമത്തെ വാക്യം. Then the eyes of both of them were opened and they realized they were naked, so they sewed fig leaves together and made coverings for themselves. Hallelujah. അവരുടെ 2 പേരുടെയും കണ്ണ് തുറന്നു എന്നൊരു വാക്യം ഇവിടെ എഴുതിയിരിക്കുകയാണ്. ഹല്ലേലൂയ. അവരുടെ 2 പേരുടെയും
അവരുടെ രണ്ടുപേരുടെയും കണ്ണ് തുറന്നു. ഹല്ലേലൂയ. അതേത് കണ്ണാണെന്ന് നിങ്ങൾക്കറിയാമോ? ഹല്ലേലൂയ. അതാണ് പുറത്തെ മനുഷ്യൻ്റെ കണ്ണ്. അകത്തെ മനുഷ്യൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയി, പുറത്തെ മനുഷ്യൻ്റെ കണ്ണുകൾ തുറന്നു. ഹല്ലേലൂയ. അന്ന് തൊട്ടാണ് ആത്മാവിലുള്ള ജീവിതം അവസാനിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ പുറത്തുള്ള കണ്ണുകൾ ആക്റ്റീവായി, പുറത്തെ ഇന്ദ്രിയങ്ങൾ മുഴുവൻ ആക്റ്റീവായി. അന്ന് വരെ പുറത്തെ ഇന്ദ്രിയങ്ങൾ ഇല്ലായിരുന്നു എന്നല്ല അതിൻ്റെ അർത്ഥം. പുറത്തെ ഇന്ദ്രിയങ്ങൾ ഉണ്ടായിരുന്നു എങ്കിലും അകത്തെ ഇന്ദ്രിയത്താലാണ് അവർ നിയന്ത്രിക്കപ്പെട്ടത്. പുറത്തെ മനുഷ്യനിൽ അവർ ചിലപ്പോൾ ഒരു ആനയെ കാണുന്നുണ്ടാകാം, പക്ഷെ ആ ആന ഒരിക്കലും അവർക്ക് വലിയതായിട്ട് തോന്നിയിട്ടില്ല. ഹല്ലേലൂയ. അതൊരു പ്രതിസന്ധിയായിട്ട് അവർക്ക് തോന്നിയിട്ടില്ല. കാരണം അവരുടെ അകത്തെ കണ്ണാണ് അവരെ നിയന്ത്രിച്ചത്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പുറത്തെ കണ്ണ് അകത്തെ കണ്ണിനാൽ, അകത്തെ മനുഷ്യനാൽ ഭരിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമ്മുടെ അകത്ത് ഒരു ഇന്ദ്രിയം ഉണ്ട്. ആ ഇന്ദ്രിയം കെട്ടുപോയതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ തകർച്ചയുടെ കാരണം. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് മനസ്സിലാകുന്നുണ്ട്? നമ്മുടെ അകത്ത് ഇന്ദ്രിയങ്ങളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ആ പഴം കഴിച്ച മിനിറ്റിൽ അവരുടെ കണ്ണ് തുറന്നു. ഏത് കണ്ണ് തുറന്നു? പുറത്തെ കണ്ണ് തുറന്നു, അകത്തെ കണ്ണ് അടഞ്ഞു. പുറത്തെ കണ്ണ് തുറന്നു, അകത്തെ കണ്ണ് അടഞ്ഞു. അകത്തെ ഇന്ദ്രിയങ്ങൾ, ദൈവം കൊടുത്ത ആത്മീയ ഇന്ദ്രിയങ്ങൾ മുഴുവൻ കെട്ടുപോയി, അടഞ്ഞുപോയി, ക്ലോസ് ആയിപ്പോയി. പുറത്തെ ഇന്ദ്രിയങ്ങൾ മാത്രം ഇപ്പോൾ ആക്റ്റീവായി നിൽക്കുകയാണ്. അകത്ത് മരണം സംഭവിച്ചു. ഞാൻ പറയുന്ന ആശയം പിടികിട്ടുന്നുണ്ടോ? ഹല്ലേലൂയ. അതുകൊണ്ടാണ് പക്ഷെ പൗലോസ് ഇപ്പോൾ പറയുകയാണ്, ഞങ്ങൾ കാഴ്ചയാലല്ല, ഈ കാഴ്ചയിലല്ല ജീവിക്കുന്നത്, ഞങ്ങൾ അകത്തെ ഇന്ദ്രിയങ്ങളാൽ ജീവിക്കുന്നവരാണ്. എല്ലാവരും പറഞ്ഞാട്ടെ, ആത്മാവിലുള്ള ജീവിതം അകത്തെ ഇന്ദ്രിയങ്ങളാലുള്ള ജീവിതമാണ്. ആത്മാവിലുള്ള ജീവിതം ആത്മീയ ഇന്ദ്രിയങ്ങളാലുള്ള ജീവിതമാണ്. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, ആത്മാവിലുള്ള ജീവിതം ആത്മീയ ഇന്ദ്രിയങ്ങളാലുള്ള ജീവിതമാണ്. ആ ആത്മീയ ഇന്ദ്രിയത്തിൻ്റെ പേരാണ് വിശ്വാസം. ആ ആത്മമനുഷ്യൻ എപ്പോഴും നീങ്ങുന്നത് പുറത്തെന്ത് കാണുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല, ദൈവം എന്തകത്ത് പകർന്നു പറഞ്ഞു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദൈവം എന്താണ് ആത്മമനുഷ്യനോട് ഇടപെട്ടത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ മുന്നോട്ട് നീങ്ങുന്നത്. അതിൻ്റെ പേരാണ് വിശ്വാസം. അതുകൊണ്ട് നിങ്ങൾ ആത്മാവിലുള്ള ജീവിതത്തിലോട്ട് തിരിച്ചു വന്നാൽ നിങ്ങൾ വിശ്വാസ ജീവിതത്തിലേക്ക് തിരിച്ചു വരും. നിങ്ങളുടെ പുറത്ത് വലിയ പ്രതിസന്ധി നിങ്ങൾ ഈ കണ്ണിൽ കാണുന്നുണ്ട്. ഇപ്പോഴും നിങ്ങൾ ഈ പുറത്തെ ഇന്ദ്രിയങ്ങളാൽ വലിയ പ്രതിസന്ധിയിലാണ്. പക്ഷേ നിങ്ങൾ അകത്തെ ഇന്ദ്രിയത്തിൽ ചലിച്ചു തുടങ്ങണം. അകത്തെ ഇന്ദ്രിയങ്ങളാൽ നിങ്ങൾ മൂവ് ചെയ്ത് തുടങ്ങുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, പുറത്തെ സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കീഴടങ്ങും. നിങ്ങളുടെ അകത്തെ ജീവനാൽ നിങ്ങൾ മൂവ് ചെയ്ത് തുടങ്ങണം. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ദൈവമേ ഞങ്ങളെ രക്ഷിക്കാൻ ഇറങ്ങി വരണമേ എന്ന് അലറാൻ വലിയ ഇഷ്ടമാണ്. അങ്ങനല്ല മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത്. ദൈവമേ എന്ന് പറഞ്ഞ അലറാനല്ല. ഒരു മനുഷ്യൻ്റെ ആത്മമണ്ഡലത്തിൽ ദൈവം തന്നെയാണുള്ളത്. അതുകൊണ്ട് ദൈവമേ എന്ന് പറഞ്ഞ അലറാനല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. തൻ്റെ ആത്മാവിൽ ദൈവം പകർന്ന ജീവൻ, ദൈവിക ജീവനാൽ നമ്മൾ ജീവിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചത്. എത്ര പേരത് വിശ്വസിക്കുന്നു എന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ശബ്ദമൂർത്തിയുടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അകത്തെ ഇന്ദ്രിയങ്ങളാലുള്ള ജീവിതം, അതാണ് ആത്മാവിലുള്ള ജീവിതം. ഹല്ലേലൂയ. നമ്മളെ ആർക്കും മനസ്സിലാകത്തില്ല, നമ്മളെ ഒരു കുഞ്ഞിനും മനസ്സിലാകത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് മറ്റുള്ളവരെ പ്രസാദിപ്പിച്ച് ജീവിക്കാനും പറ്റത്തില്ല. നിങ്ങളും മറ്റുള്ളവരും തമ്മിൽ ഭയങ്കര വ്യത്യാസം വെളിപ്പെടാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ. നിങ്ങളും സാധാരണക്കാരും തമ്മിൽ ഭയങ്കര വ്യത്യാസം വെളിപ്പെടാൻ പോവുകയാണ്. കാരണം നിങ്ങൾ ജീവിക്കുന്നത് അകത്തെ ഇന്ദ്രിയങ്ങളാലും സാധാരണ മനുഷ്യർ ജീവിക്കുന്നത് പുറത്തെ ഇന്ദ്രിയങ്ങളാലുമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, സാധാരണ ആൾക്കാർ അവരുടെ പേഴ്സിൽ എണ്ണി നോക്കിയിട്ട് പൈസ ഇല്ലെങ്കിൽ എന്ത് പറയും? ഇല്ല എന്ന് പറയും. സാധാരണ ആൾക്കാർ പുറത്തൊരു ബലഹീനത വന്നാൽ അവരെന്ത് പറയും? ഞാൻ ബലഹീനനാണെന്ന് പറയും. പക്ഷെ ഒരു ആത്മമനുഷ്യൻ പറയും
എൻ്റെ കയ്യിൽ കോടികളുണ്ട്. 5 രൂപ പേഴ്സിൽ എടുക്കാനില്ലാത്തപ്പോഴും തനിക്ക് പറയാൻ പറ്റും, ഞാൻ ഒരു ലക്ഷാധിപതിയാണ്, ഞാൻ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞു. കാരണം എൻ്റെ അനുഗ്രഹത്തെ ഞാൻ ആത്മാവിലാണ് സെൻസ് ചെയ്യുന്നത്. അങ്ങനെ ആത്മാവിൽ ആ വെളിപ്പാട് കിട്ടി നിങ്ങളുടെ ശരീരത്തെ ആത്മാവിൽ ചലിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ വിടുതലുണ്ടാവും. സുരു ബ്രദറെ, കഴിഞ്ഞ ദിവസം ഒരു ഹീലിങ്ങിന്റെ ടെസ്റ്റിമണി എന്നോട് പറഞ്ഞല്ലോ അല്ലേ? വാ, അതൊന്ന് പറഞ്ഞു. 2 ഹീലിംഗ് നടന്നു. അനേകം വർഷങ്ങളായിട്ട് എനിക്കൊന്ന് എൻ്റെ ഒരു ഡിഗ്രി സമയം തൊട്ട് ഒരു തുടർച്ചയായിട്ട് മൈഗ്രെയിൻ വരുമായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് മൈഗ്രെയിൻ വരുമായിരുന്നു. ഞാൻ വളരെ ഹൈ ഡോസുള്ള മെഡിസിൻസാണ്. ഞാൻ എല്ലാ ആഴ്ചയിലും മൈഗ്രെയിൻ വരുമായിരുന്നു. മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റത്തില്ല, കണ്ണുറക്കാൻ പറ്റത്തില്ല, വെട്ടം കാണാൻ പറ്റത്തില്ല, ശബ്ദം കേൾക്കുന്നത് പോലും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു അവസ്ഥയാണ്. അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി നല്ലതായിട്ട് മനസ്സിലാവും. അപ്പം നിരന്തരമായി ഈ ഒരു വർഷങ്ങളായിട്ട് ഈ മെഡിസിൻസ് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം അതില്ലാതെ എനിക്ക് പറ്റത്തില്ല, അതില്ലാതെ ഞാൻ വീണ് പോയി. ആഴ്ചയിൽ ഒരിക്കൽ ഇത് വന്നിരിക്കും അത്. പക്ഷേ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇതുപോലെ ഞങ്ങളുടെ സ്ഥാനത്തിലായിരുന്നപ്പോൾ എനിക്ക് ഇതുപോലെ ഒരു മൈഗ്രെയിൻ വന്ന ആ ഒരു സമയത്ത് ഞാൻ ജാക്സൺ ബ്രദറിനോട് ഷെയർ ചെയ്യുകയും ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം ഇന്നേ വരെ എനിക്ക് മൈഗ്രെയിൻ വന്നിട്ടില്ല. ഇന്നേ വരെ മൈഗ്രെയിൻ വന്നിട്ടില്ല. എനിക്കതിൻ്റെ യൂഷ്വലി മൈഗ്രെയിൻ വരുന്ന എനിക്ക് മെയിനായിട്ട് കുറേ കാര്യങ്ങൾ അതിന് എഫക്റ്റ് ആകും. അതിൽ ഏറ്റവും ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും ചോക്ലേറ്റ് കഴിക്കുകയോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സോഡ ആയിട്ടുള്ള ഡ്രിങ്ക്സ്, അതായത് പെപ്സിയോ അങ്ങനെ എന്തെങ്കിലും കുടിക്കുമ്പോൾ അത് പെട്ടെന്ന് ട്രിഗറാവും. വേറെ അനേകം കാര്യങ്ങളുണ്ട്, സ്ട്രെസ് ഉണ്ട്, കിടക്കുന്ന കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഞാനിതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു 2 ലിറ്ററോളം കോക്ക് ഞാൻ കുടിച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എനിക്കൊരു ഗ്ലാസ് കുടിച്ചാൽ എനിക്ക് അപ്പോഴത്തേക്ക് എനിക്ക് മൈഗ്രെയിൻ വരും. അത് കാരണം എൻ്റെ ട്രിഗർ അത്. ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പ്രത്യേകം പറഞ്ഞു ട്രിഗേഴ്സാണ്, അതൊന്നും കുടിക്കാൻ പാടില്ല. അപ്പം ഞാൻ 2 ലിറ്ററോളം ഇത് കുടിച്ച് ഞാൻ നോക്കി. പക്ഷേ എനിക്കൊരു കുഴപ്പവും ഇതുവരെ കൃപയാൽ. മറ്റൊരു വളരെ ഒരു ബുദ്ധിമുട്ടായ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് നടക്കുമ്പോൾ എൻ്റെ ഈ ലെഫ്റ്റ് ലെഗിന് മുട്ടിലൊരു ടക്ക് ടക്ക് എന്ന് പറഞ്ഞ ശബ്ദം. ഓരോ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോൾ മുട്ട് മടങ്ങുമ്പോൾ ടക്ക് ടക്ക് എന്ന് പറഞ്ഞ ശബ്ദവും. ഒന്ന് താന്നിരുന്നാൽ ഒന്ന് എഴുന്നേക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എഴുന്നേക്കണമെങ്കിൽ ഞാൻ ഭയങ്കര പേടിച്ചാണ് ഞാൻ എഴുന്നേക്കുന്നത്. പൊട്ടി വല്ലതും പോകും. എനിക്ക് അതുപോലെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു. എനിക്ക് റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ ഞാൻ കൃപയാൽ ഇപ്പം തിരുവല്ലയിൽ റെയിൽവേ സ്റ്റേഷനിൽ എസ്കലേറ്റർ ഉള്ളതുകൊണ്ട് എനിക്ക് അത്രയും ബുദ്ധിമുട്ടില്ല. അല്ലായിരുന്നെങ്കിൽ ഇപ്പം നേരത്തെ ഞാൻ സ്റ്റെപ്പ് കയറുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇത് കയറുമ്പോഴത്തേക്കും. കാരണം എനിക്ക് ഓരോ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോഴും എൻ്റെ മുട്ടിൽ നിന്ന് ടക്ക് 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 എന്ന് പറഞ്ഞ ശബ്ദം കേൾക്കുമായിരുന്നു. പക്ഷെ കൃപയാൽ അതും ദൈവാത്മാവിനെ ദൈവം അത് ഹീലാക്കി. ഇതുവരെ എനിക്കൊരു പ്രശ്നവുമില്ല, ഞാനത് കേൾക്കുന്നുമില്ല. എൻ്റെ കാലുകൾക്ക് ബലം തന്നു ദൈവം. He did a mighty thing in my life. So I thank God for the amazing healing that He has.